അപ്പോൾ എല്ലാവരും ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ബാർസ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആകുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. കാരണം ബാർസ 1:1 റൂളിലേക്ക് എത്തിയിട്ടില്ല. അതേപോലെ തന്നെ പ്ലേയേഴ്സിൻ്റെ എക്സിറ്റ് നടത്താൻ ബാർസയെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതായത് അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്നവരുടെ എക്സിറ്റ് പ്രോപ്പറായിട്ട് നടത്താൻ സാധിച്ചില്ല. അപ്പോൾ പുതിയ പ്ലേയേഴ്സിൻ്റെ രജിസ്ട്രേഷൻ എന്നെല്ലാം പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതൊക്കെ കൊണ്ട് തന്നെ ബാർസ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ ഡെഡ് ലൈൻ ഡേയിൽ ലോൺ ഡീൽ വഴി ആരെങ്കിലും വരാനുള്ള ചാൻസെല്ലാം വളരെയധികം കുറവാണ്. പിന്നെ ഡെക്കോ 2-3 ആഴ്ചകൾക്ക് മുൻപ് കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് അദ്ദേഹം ഒരു എക്സ്ട്രാ സൈനിങ് നടത്തുമെന്നാണ്. നടക്കാനുള്ള ചാൻസെല്ലാം വളരെയധികം കുറവായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഡെഡ് ലൈൻ ഡേയിൽ ലോൺ ഡീൽ വഴി ആരെങ്കിലും വരുമോ എന്ന്. എന്തായാലും നിലവിലുള്ള സിനാറിയോയിൽ ആരും വരാനുള്ള ചാൻസ് കുറവാണ്. ഡെക്കോ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വൻ ഷോക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് പ്ലേയേഴ്സിനെ സെല്ല് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിലും ഒരു പ്രശ്നം കാണുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു ജൂലിയൻ അറോഹോ ഡീലാണ്. പ്ലെയർ ബോൺമൗത്ത് പോയി, പക്ഷേ ആ ഡീൽ നടന്നത് വെറും 10 മില്യൺ യൂറോസിന്. ബൈബാക്ക് ക്ലോസ് ഇല്ല, സെല്ലോൺ ക്ലോസ് ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാം തന്നെ ഡെക്കോയുടെ ഒരു ഫെയിലിയർ ആയിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഡെക്കോ ഷോക്കാണെങ്കിലും ഡെക്കോനെ പ്രൂവ് ചെയ്യാൻ ഒരു ചാൻസ് ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അറോഹോയുടെ കോൺട്രാക്ട് റിന്യൂവലാണ്. അപ്പോൾ അറോഹോയുടെ കോൺട്രാക്ട് റിന്യൂവലിൻ്റെ ഓഫർ കഴിഞ്ഞ ഏപ്രിലാറ്റം കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലെയർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ പ്ലെയർ ഇഞ്ചോർഡും ആയിട്ടുണ്ട്. ഡിസംബറിലാറ്റേ അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ അടുത്ത സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആവുന്ന പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പ്ലെയറെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ബാസയെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ ഡെക്കോന് സാധിക്കുന്നുണ്ടെങ്കിൽ ഡെക്കോ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറാണെന്ന് പറയാം. ഇനി പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത സമ്മറിൽ ഡെക്കോ ക്ലബ്ബ് വിട്ട് പോയിക്കോ, അറോഹോയുടെ കൂടെ പോയിക്കോ എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരിക്കും ഈ സമ്മറിൽ അറോഹോയുടെ എക്സിറ്റ് നടക്കേണ്ടതായിരുന്നു. പക്ഷേ പ്ലെയറിന് ഇഞ്ചറി ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് ഒന്നും നടക്കാതെ പോയത്. അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഈ കഴിഞ്ഞ സീസണിൽ വലിയ രീതിയിലുള്ള പ്രഷറോ കാര്യങ്ങളോ ഈ ഒരു ബോർഡ് കൊടുക്കാണ്ടിരുന്നത്. അതായത് ഈ ഒരു അറോഹോയുടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അറോഹോ മിക്കവാറും ഫ്രീ ഏജൻ്റായിട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അത് നടക്കാതെ പിടിച്ചു നിർത്തേണ്ടത് ഇനി ഡെക്കോയുടെ കഴിവ് പോലെ ഉണ്ടാവും. ഇത് നടന്നിട്ടില്ലെങ്കിൽ ക്ലബ്ബ് വിട്ട് പോകുക അത്ര തന്നെ. പിന്നെ അതേപോലെ തന്നെ വേറൊരാളും ഉണ്ട്. വേറെ ആരല്ല, ഫ്രാങ്കി ഡിയോങ്. മാത്യു അലുമിനിയുടെ പ്രഷറിൻ്റെ പുറത്ത് പോകേണ്ട ഒരു പ്ലെയറായിരുന്നു. ജോൺ ലപ്പോർട്ടയാണ് അത് ബ്ലോക്ക് ചെയ്തത്. അപ്പോൾ ഫ്രാങ്കി ഡിയോങ്ങിനോടുള്ള ഇഷ്ടത്തിന് പുറത്ത് ചെയ്ത പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പകരം ഈ ഒരു ഡിഫേർഡ് സാലറി കൊടുക്കാനുള്ള ഒരു പേടിപ്പുറത്ത് ചെയ്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതായത് ഇപ്പോൾ പ്ലെയർ പെർമനൻ്റായിട്ട് ഇപ്പോൾ യുണൈറ്റഡിലേക്ക് പോയിരുന്നെങ്കിൽ ബാസ നിർബന്ധമായിട്ടും ഡിഫേർഡ് സാലറി കൊടുക്കേണ്ടി വരും. മറ്റുള്ള പ്ലേയേഴ്സ് പോലെ ഇൻസ്റ്റാൾമെൻറ്റ് രീതിയിലായിരിക്കില്ല. ഒറ്റയടിക്ക് തന്നെ എല്ലാ എമൗണ്ടും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ പെട്ടുപോകും. അതുകൊണ്ടായിരിക്കാം ജോൺ ലപ്പോർട്ട് ആ ഒരു ഡീല് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഈ ഒരു ഫ്രാങ്കി ഡിയോങ്ങിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പ്ലെയർ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസിഷനിൽ മാറ്റം വരുത്തി ഫേസ് കട്ട് നടത്തി കോൺട്രാക്ട് എക്സ്റ്റൻഷനും കൂടി നടത്തി ഡിഫേർഡ് സാലറി ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഫ്രാങ്കി ഡിയോങ് ആരാ മോൻ, ഇതൊന്നും ചെയ്യാതെ നമ്മുടെ ക്ലബ്ബ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 2026 വരെ അദ്ദേഹം ഉണ്ടാവും എന്നത് ഷുവറാണ്. അത് കഴിഞ്ഞിട്ട് ഫ്രീ ഏജൻ്റായിട്ട് പോകും. എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്? പിന്നെ പ്ലെയർ ആണെങ്കിൽ ഇഞ്ചോർഡ് ആയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏപ്രിലാറ്റമാണ് പ്ലെയർ ഇഞ്ചോർഡായത്. ഇപ്പോഴും പ്ലെയർ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ചില വീഡിയോസ് പറയുന്നത് പ്ലെയർ സർജറി നടത്തി കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ ആ ഒരു ഇഷ്യൂ സോൾവ് ആവും എന്നൊക്കെയാണ്. പക്ഷേ പ്ലെയർ അതിന് താല്പര്യം കാണിക്കുന്നില്ല. പകരം നോർമലായിട്ടുള്ള റിക്കവറിങ് പ്രോസസ്സിനാണ് പ്ലെയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നോർമൽ റിക്കവറിങ് പ്രോസസ്സ് നടത്തി കഴിഞ്ഞാൽ 100% പ്ലെയർ ഫിറ്റ് ആവത്തില്ല എന്നൊക്കെ ചില മീഡിയാസ് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കാം. 2 ആഴ്ചക്കുള്ളിൽ പ്ലെയർ ബാസിൽ കളിക്കാൻ തുടങ്ങുമെന്നൊക്കെ റൂമേഴ്സ് ഉണ്ട്. അപ്പോൾ നോക്കാം പ്ലെയർ 100% ഫിറ്റ് ആണോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്തായാലും ശരി, ഈ സമ്മറിൽ ബാസ സെല് ചെയ്യാൻ വെച്ച 2 പ്ലേയേഴ്സായിരുന്നു ഫ്രാങ്കി ഡിയോങ്ങും അതേപോലെ തന്നെ അറോഹോ. പിന്നെ റഫീനിയുണ്ട്. പക്ഷേ റഫീനിയ ഇഞ്ചോർഡ് അല്ലെങ്കിലും പ്ലെയർ അദ്ദേഹത്തിൻ്റെ ഡിസിഷനിൽ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് ബോളിന് വേറെ ആക്ഷൻസോ കാര്യങ്ങളോ എടുക്കാൻ പറ്റില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു എഫേർട്ട് ഇട്ട് നടക്കുമായിരിക്കും. പക്ഷേ ഡെക്കോ അതിന് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ ഫ്രാങ്കി ഡിയോങ്ങിനും അറോഹോയുടെ എക്സിറ്റിനായിരുന്നു ഡെക്കോ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ നടന്നില്ല.
ആ ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ സ്ക്വാഡ് ഇപ്പോൾ പ്രോപ്പറായിട്ട് അപ്ഗ്രേഡ് ആയിട്ടില്ല എന്നതാണ് ഒരു റിയാലിറ്റി. സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ റൈറ്റ് ബാക്ക് സോണിൽ കളിക്കുന്ന നമ്മുടെ ജൂൾസ് കുണ്ടയ്ക്ക് പ്രോപ്പർ ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇനിയുള്ള മാച്ചിൽ പ്ലെയർ പെട്ടെന്ന് തളരാനുള്ള ചാൻസ് ഉണ്ട്. ചില സമയത്ത് ഇഞ്ചുറി ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പല പ്രശ്നങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട് പ്രോപ്പർ റെസ്റ്റ് പ്ലെയറിന് ലഭിക്കാതെ നിൽക്കുമ്പോൾ. ഇപ്പോൾ പ്ലെയറിന് റെസ്റ്റ് ലഭിക്കണമെങ്കിൽ ബാക്കപ്പ് ആവശ്യം, പക്ഷെ ബാക്കപ്പ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സോണായിരുന്നു ലെഫ്റ്റ് വിങ്. ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ് തന്നെ ബാസ സൈൻ ചെയ്തോ? ഇല്ല. ഡാനി ഓൾമോ സൈൻ ചെയ്തിട്ടുണ്ട്. പ്ലെയർ ലെഫ്റ്റ് വിങ് റോള് കൈകാര്യം ചെയ്യും, പക്ഷെ ഒരു പെർഫെക്റ്റ് ലെഫ്റ്റ് വിങ്ങർ അല്ല ഡാനി ഓൾമോ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അവിടെ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഡ് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ടൈമായി. പക്ഷെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ പ്ലേയേഴ്സിൻ്റെ എക്സിറ്റാണ് എഴുതണ്ടേ? ആരും പോകുന്നില്ല. ഫ്രീ ഏജൻ്റായിട്ട് പോകാനുള്ള പ്ലാനിലാണ് പല ആൾക്കാരും. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്ക്വാഡ് അപ്ഗ്രേഡിങ് പ്ലാനിങ് കഴിഞ്ഞ സീസൺ മുതലേ ബാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാക്കപ്പും കാര്യങ്ങളായിട്ട് ബാസ് മുന്നോട്ട് പോയേനെ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതിൽ ഡക്കോന് വലിയൊരു പങ്കുണ്ട്. ഡക്കോ വൺ ഷോക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് നമ്മുടെ UCL ഡ്രോനെ കുറിച്ചാണ്. അപ്പോൾ UCLനകത്ത് ബാസ് ഏറ്റുകൂട്ടാൻ വേണ്ടി പോകുന്നത് ഈ ടീംസിനെതിരെയാണ്. ഇതിൽ ബയേൺ, അറ്റ്ലാന്റ, അതേപോലെ തന്നെ ബെൻഫിക്കയാണ് ഒരു ടഫ് ഒപ്പോണൻ്റായിട്ട് ഞാൻ പേഴ്സണലി കാണുന്നത്. ബാക്കിയെല്ലാ ടീംസും അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടീംസാണ്. പക്ഷേ ഈ പറഞ്ഞ 3 ടീംസ് അത്യാവശ്യം ടഫായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ ബയേണായിട്ട് നമുക്ക് പണ്ടേ ഒരു റിവെഞ്ച് ഉണ്ട്. ഇന്നേ വരെ നമുക്ക് പ്രോപ്പറായിട്ട് വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഫ്ലിക്കിൻ്റെ അണ്ടറിൽ ആദ്യത്തെ വിജയം കരസ്ഥമാക്കാൻ സാധിച്ച നല്ലൊരു കാര്യമായിരിക്കും. അതായത് ആ ഒരു ബയേണിനെതിരെയുള്ള മാച്ചിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യം തന്നെയായിരിക്കും. ഇതാവും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം. ഇനി ബെൻഫിക്കയുടെ കേസ് നോക്കുകയാണെങ്കിൽ ബെൻഫിക്ക എന്ന് പറയുന്ന ടീം 2021-22 സീസണിൽ ബാസിനെ യൂറോപ്പ ലീഗിലേക്ക് തള്ളിയൊരു ടീമായിരുന്നു. അപ്പോൾ ആ ഒരു റിവെഞ്ച് ഉണ്ട്. അത് ബാസക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം നല്ലൊരു മാർജിനിൽ വിൻ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. നടക്കില്ല എന്നെല്ലാം കണ്ട് തന്നെ അറിയാം. പിന്നെയുള്ളത് അറ്റലാൻ്റയാണ്. അറ്റലാൻ്റ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് കൊണ്ടുവരുന്ന ഒരു ടീമാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന സൂപ്പർ കപ്പ് ഫൈനലിൽ തന്നെ റയൽ മാഡ്രിഡിനെതിരെ അത്യാവശ്യം കട്ടക്ക് നിന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടാകുന്നത് വരെ. സെക്കൻഡ് ഹാഫിന് ശേഷമാണ് അവർക്ക് ആ ഒരു പ്രോപ്പർ ഇഷ്യൂസും കാര്യങ്ങളും വന്നത്. അപ്പോൾ അതെല്ലാം അവർ സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ലാനായിട്ട് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു ടീമായിട്ട് മാറും. അപ്പോൾ ഈ ഒരു അറ്റ്ലാന്റ ആ ഒരു മൊമെൻറ്റം ഗെയിൻ ചെയ്താലും ഇല്ലെങ്കിൽ ശരി, ബാസ ആ ഒരു ടീമിനെ തോൽപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടന്ന വലിയൊരു കാര്യമായിരിക്കും. കാരണം നമ്മുടെ ടീമിൻ്റെ മൊറാലെല്ലാം ബെറ്റർ ആവത്തേ ഉള്ളൂ. അപ്പോൾ ബയേൺ മ്യൂണിച്ച് മാച്ച്, അറ്റ്ലാന്റ മാച്ച്, ബെൻഫിക്ക മാച്ചിലൊക്കെ നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തും ബാസ വിൻ ചെയ്യുകയാണെങ്കിൽ ടീമിനെ പിടിച്ചാൽ കിട്ടത്തില്ല. അതും വീക്കായിട്ടുള്ളൊരു സ്ക്വാഡ് വെച്ചിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വേറെ തന്നെ ആയിരിക്കും ഹൈപ്പ്. നടക്കില്ല എന്നെല്ലാം കണ്ട് തന്നെ അറിയാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് മറ്റേ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.